താങ്കൾ MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു ദിവസം ഒരു കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മ, ഒരു വിദ്യാർത്ഥിനിയുടെ അമ്മ എന്നെ നേരം വൈകി ഫോൺ ചെയ്യുമായിരുന്നു. ഒരു 11 മണിയൊക്കെ ആയപ്പം എന്നെ വിളിക്കുകയായിരുന്നു. അപ്പോൾ അവർ ആരോടും പറഞ്ഞിട്ട് ഒന്നും സമ്മടക്കുന്നില്ല. അവർ പറയുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കുട്ടി ആ കോളേജിൽ ചേർന്നതിന് ശേഷം അവർ MDക്കാണ് പഠിക്കുന്നത്. ആ കുട്ടി ഏതാണ്ട് 16-18 മണിക്കൂറൊക്കെ എൻഗേജ് ആവുക. ആ കുട്ടിക്ക് എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഒരു സ്ത്രീ എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. ആ കുട്ടി പറയുന്നത് ആ കുട്ടി കോഴ്സ് അവസാനിപ്പിക്കാം, അമ്മയോട് പറയുന്നത് അതാണ്. അതുകൊണ്ടാണ് അവർ എന്നെ വിളിക്കാൻ കാരണം. അപ്പോൾ കോഴ്സ് അവസാനിപ്പിക്കണമെങ്കിൽ സർക്കാരിലേക്ക് 50-55 ലക്ഷം അടയ്ക്കണം. അപ്പം അതുകൊണ്ട് ഇവർക്ക് 55 ലക്ഷം രൂപ പോകുന്നതിനേക്കാളും മകളെ MDക്ക് വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു, ഒരു അഡ്മിഷൻ കിട്ടി, അത് എന്നേക്കുമായി ഇല്ലാതാകുന്നു എന്നുള്ളൊരു വിഷമാണ്. അപ്പോൾ ഇത് ഞാൻ ചോദിച്ചത് ഒരു ഒറ്റപ്പെട്ട കേസാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇത് ഒറ്റപ്പെട്ട കേസല്ല. അപ്പോൾ ഇത് ഒരു കേരളത്തിലെ ക്യാമ്പസുകളിൽ നടക്കുന്ന അതിദാരുണമായ സംഭവങ്ങളിലേക്കാണ് ഈ അമ്മയുടെ അവർ കരയുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ കാര്യം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അവർ ചില മന്ത്രിമാരെയൊക്കെ കണ്ട് പറഞ്ഞു. അപ്പോൾ മന്ത്രിമാരെ ഇടപെടാനുള്ള പരിമിതി, കാരണം ഔദ്യോഗികമായുള്ള പരിമിതികളൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു. ഞാൻ ഈ കാര്യത്തിൽ വളരെ വസ്തുനിഷ്ഠമായിട്ട് 2-3 അഭിപ്രായങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതിലൊന്ന്, നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൻ്റെ അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ വലിയ ഒരു തകരാറ് ഉണ്ട്. ആ തകരാറ് പരിഹരിക്കാതെ ഇതിന് സ്ഥായിയായിട്ടുള്ള ഒരു പരിഹാരം നാളെയും ഉണ്ടാകില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിദ്യാഭ്യാസ നയം എന്ന് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ സമയം വൈകുമെന്ന് എനിക്ക് വളരെ പെട്ടെന്ന് പറയാം. പണ്ട് നമുക്ക് ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഗുരുകുല വിദ്യാഭ്യാസം അഭ്യസിക്കാൻ കുട്ടികൾ ഗുരുവിൻ്റെ അടുത്ത് പോയി താമസിച്ചാണ്. ഗുരു ഇന്നത്തെ ഗുരുക്കന്മാരെ പോലെയല്ല, മഹാപണ്ഡിതനാണ്. ഗുരുവിൻ്റെ അടുത്ത് ഇരുന്ന ഗുരുവിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വിജ്ഞാന ശകലങ്ങൾ അതേപടി ഉള്ളിലേക്ക് ആവാഹിക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു. അത് ഇന്നത്തെ കാലത്ത് നടപ്പില്ല, ഞാൻ സമ്മതിക്കുന്നു, ഇന്നത്തെ പറ്റില്ല. പക്ഷേ അതിൻ്റെ അന്തസത്തെ ഉൾക്കൊള്ളുവാൻ വിദ്യാർത്ഥിക്കും അധ്യാപകനും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ വരും. ഞാൻ ഇത് പറയാണ്, എനിക്ക് ഒരുപാട് അധ്യാപക അവാർഡ് കിട്ടി. യൂണിവേഴ്സിറ്റിയിലെ ബെസ്റ്റ് ടീച്ചർ അവാർഡും എയർ ഇന്ത്യയുടെ ബ്രോഡ് ഔട്ട്ലുക്ക് ടീച്ചർ അവാർഡും വേറെ SP കോളേജ്, അങ്ങനെ അത് പോട്ടെ. പക്ഷെ ഞാൻ ഫോളോ ചെയ്തിരുന്ന ഒരു സിസ്റ്റം ജീവിതത്തിൽ വലിയ ഒരു അനുഭൂതി എനിക്ക് തന്നിട്ടുണ്ട്. കാരണം എല്ലാ വിദ്യാർത്ഥിയെയും പേരെടുത്ത് വിളിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. അത് ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ 3 ആഴ്ചയോ എടുക്കും. എല്ലാ വിദ്യാർത്ഥിയെയും പേരെടുത്ത് വിളിക്കണം. ഒരു അധ്യാപകൻ മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ. അപ്പം മാതാവും പിതാവും കഴിഞ്ഞാൽ ഗുരു മാതാവിൻ്റെയും പിതാവിൻ്റെയും തൊട്ടടുത്ത സ്ഥാനത്ത് നിൽക്കണം. അങ്ങനത്തെ ഗുരുക്കന്മാരാണ് ഉണ്ടാവുന്നത്. വൈസ് ചാൻസലറായിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇത് സൂചിപ്പിച്ചതുപോലെ സ്വാശ്രയ കോളേജുകൾക്കും ഒക്കെ നമ്മൾ അനുമതി കൊടുത്തിട്ടുണ്ട്. 118 സ്വാശ്രയ കോളേജുകൾക്ക് ഞാനുള്ള സമയത്ത് അനുമതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് നോംസ് ഉണ്ട്. 3 ഏക്കർ, ഇപ്പോൾ ഒരു കോളേജാണെങ്കിൽ 3 ഏക്കർ സ്ഥലം വേണം, ഇന്ന കെട്ടിടത്തിൽ ഇന്ന സൗകര്യങ്ങൾ വേണം, സ്റ്റാഫ് റൂം വേണം, ബാത്റൂം വേണം, ഇങ്ങനെ ചട്ടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല നിഷ്പക്ഷമായിട്ട് വളരെ ശക്തമായി പരിശോധിച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരിക്കൽ അഫിലിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അത് ചെക്ക് ചെയ്യാനോ അത് കണ്ടിന്യൂ ചെയ്യാനോ ഇവിടെ ഒരു സിസ്റ്റം ഇല്ലെന്നുള്ളതാണ്. അല്ല, താങ്കളുടെ അഭിപ്രായത്തിൽ ഒരുപക്ഷെ ഈ അഞ്ചരക്കണ്ടി കോളേജിലെ നന്ദല കോളേജിലെ സാഹചര്യങ്ങളുടെ പ്രശ്നമാണോ ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ ഉണ്ടാകുന്നത്? ഒരു മനോഭാവമല്ലേ ഇത്? തീർച്ചയായിട്ടും. ഈ കോളേജ് പ്രത്യേകിച്ച് ഒരു സ്വാശ്രയ കോളേജ് ആയതുകൊണ്ട് തന്നെ അടുത്ത കൊല്ലം കുട്ടികൾ ഈ പള്ളിക്കൂടത്തിലേക്ക് വരണമെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയുള്ള കോളേജിലേക്ക് മാതാപിതാക്കൾ കുട്ടികളെ അയക്കുമോ? തീർച്ചയായിട്ടും അതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ വിചാരിക്കണം, ഇവിടെ ആരാണ് കൾപ്രിറ്റ്? ഈ പറയുന്ന അധ്യാപകരിൽ ഒരു നല്ല ശതമാനം അധ്യാപകർ എന്നുള്ള വാക്കിന് ഉച്ചരിക്കാൻ അർഹരല്ല. ഇന്റേണൽ അസസ്മെന്റ് എന്ന് പറയുന്നത് കുട്ടികളെ പീഡിപ്പിക്കാനുള്ള ഒരു മാർഗമല്ല, ഒരിക്കലുമല്ല. അത് നമ്മുടെ വളരെ വികലമായ ഒരു കാഴ്ച. അതിലൊരു ട്രാൻസ്പെറൻസി എന്തുകൊണ്ടാണ് വരാതെ പോകുന്നത്? ട്രാൻസ്പെറൻസി വരാത്തത് നമ്മുടെ സിസ്റ്റത്തിന്റെ തകരാറ്. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. വൈസ് ചാൻസലർ ആയ സമയത്ത് ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയാം, 550 സ്ഥാപനങ്ങൾ കോളേജുകൾ ഉൾപ്പെടെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുണ്ടായിരുന്നു, ക്യാമ്പസ് സെൻറ്റേഴ്സും എല്ലാം. പക്ഷെ ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു, ആ കാലഘട്ടത്തിൽ, എൻ്റെ കാലഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥി പോലും ആത്മഹത്യ ചെയ്യുമൊന്നും ഉണ്ടായിട്ടില്ല. അതിന് കാരണമുണ്ട്. MG സർവകലാശാലയിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഞാൻ ചാർജ് എടുത്ത ഉടനെ തന്നെ ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. കുട്ടികളെ എങ്ങനെയാണ് കാണിക്കുന്നത്? പല സാഹചര്യങ്ങളിൽ നിന്നും, നാട്ടുമ്പുറത്തെ പല സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളാണ്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അവരെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നിർത്തി അളക്കാൻ സാധിക്കില്ല, പാടില്ല. അത് ശക്തമായി കൊടുക്കുക. ഓരോ HODമാരും
അവരുടെ വിദ്യാർത്ഥികളെ കുറിച്ച് സമഗ്രമായ പഠനം നടത്തണമെന്നും അവരെ കൂട്ടിച്ചേർത്ത് പിടിക്കണമെന്നും ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ അഹങ്കാരമൊന്നും പറഞ്ഞില്ല. അതിൻ്റെ വലിയ വലിയ ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് അന്നൊക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.